സൂപ്പർ. ഹായ്. ഇന്ന് നമ്മൾ ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ്. ഇന്ന് നമ്മുടെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അതുല്യം കൂടി വരുന്നുണ്ട്. അതുല്യ എന്റെ ഒരു കൊളീഗാണ് കേട്ടോ. പണ്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അവൾക്കും കൂടി വേണ്ടിയിട്ട് എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടിട്ട് വരാം നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഈ ഓയിൽ എന്തിനാ ആഡ് ചെയ്യുന്നത് വെച്ചാല് നമ്മൾ ഈ ഫ്രൈഡ് റൈസിന്റെ അരി വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വെന്ത് കഴിയുമ്പോൾ ഈ അരിയെല്ലാം വേറിട്ട് നിൽക്കും. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരി അളന്നെടുത്തിട്ട് വെക്കാം. ഇപ്പൊ ഞാനിവിടെ 2 നേരത്തേക്ക് കഴിക്കാനുള്ളതാണ് ട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് 2 പേർക്ക് 2 നേരത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു 3 കരണ്ടി ഇട്ടാല് ഞങ്ങക്ക് 1 നേരത്തേക്ക് കഴിക്കാനുള്ളതുണ്ട്. അപ്പൊ അതിപ്പോ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് മാത്രം ഞാന് 2 നേരത്തേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 7 കരണ്ടി ഇടുന്നുണ്ട് ട്ടോ. അപ്പൊ അരി അളന്ന് കേകി വന്നപ്പോഴേക്കും നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ട്ടോ. അപ്പൊ വേഗം അരി അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കണം ട്ടോ. ഫ്രൈഡ് റൈസിന്റെ വേവ് അറിയാലോ. നമ്മളൊരു 85% വെന്താ മതി. കാരണം അവസാനം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് അത് മിക്സ് ചെയ്യുമ്പോൾ ഈ അരി വേഗം പൊട്ടിപ്പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു 80-85% വരെ വേവിച്ചിട്ട് വേഗം ഊറ്റിയെടുക്കുന്നത്. അപ്പൊ വേവ് പാകമാണോന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇതേപോലെ തുറന്നിട്ട്. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 80-85% വെന്തിട്ടുണ്ട് ട്ടോ. അപ്പൊ ഞാൻ വേഗം അത് ഊറ്റിയെടുക്കുകയാണ്. ഊറ്റിയിട്ട് വെള്ളം മുഴുവൻ പോക്കി ഞാനത് ഒരു കൊട്ടയിലേക്ക് എടുത്തിടുന്നുണ്ട്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് ഒരു കുറച്ച് മണിക്കൂർ മുന്നേ നമ്മൾ ഇത് റൈസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് ട്ടോ. കാരണം ഇത് തണുത്തിട്ട് വേണം നമുക്ക് വെജിറ്റബിളിന്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അരി വേഗം പൊട്ടിപ്പോകും. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കാം. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കാബേജ്, അതേപോലെ ബീൻസ് ആണ്. അപ്പൊ ഇതെല്ലാം ചെറുതായിട്ട് അരിയണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി. അത് നമുക്ക് പേസ്റ്റ് ആക്കി ഇടണമെന്നില്ല, ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചാലും മതി. പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഓനിയൻ ആണ്. അപ്പൊ അത് അരിയുമ്പോൾ അതിന്റെ വൈറ്റ് പാർട്ടും ഈ ഗ്രീൻ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് അരിയാൻ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഞാൻ ഫ്രൈഡ് റൈസിൽ ഇടലുള്ള മുട്ട തയ്യാറാക്കാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പൊ ആ 4 മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂട്ടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുപ്പത്തേക്ക് ഞാനൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് മുട്ട മുഴുവൻ ഒഴിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് ചിക്കി പൊരിച്ചെടുത്താൽ മതി. വല്ലാതെ ഡ്രൈ ആക്കണ്ട. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് കിടക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ ഇതേപോലെ ആദ്യം തന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഈ ഓയിലിട്ട് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ വെളുത്തുള്ളി, ഇഞ്ചിയെല്ലാം ഈ ഓയിലിൽ കുറച്ച് നേരം കിടന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും, നല്ലൊരു മണവും വരും. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് വലിയ ഉള്ളിയാണ് കേട്ടോ ഇടുന്നത്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ നമ്മൾ ബാക്കി വെജിറ്റബിൾസ് ഇടുന്നുണ്ട്. അതായത് ആദ്യം ഞാനിപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കവും ആണ് കേട്ടോ ഇടുന്നത്. അതിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അപ്പം തന്നെ നമ്മൾ ബാക്കി വെജിറ്റബിൾസ് ആയ ബീൻസും ക്യാബേജും കൂടി എടുത്തിടും. ഇനി അതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓനിയന്റെ വൈറ്റ് പാർട്ട് മാത്രമാണ് കേട്ടോ ഇടുന്നത്.
എന്നിട്ട് ഞാൻ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമായ ഉപ്പ്, അതേപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോ തന്നെ പച്ചക്കറി എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും ട്ടോ. അപ്പൊ ഇതിന്റെ പച്ചച്ചൊവയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഈ സമയത്താണ് നമ്മള് റൈസ് ഇടേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് മൊത്തം ഇടുകയാണ്. നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന കോഴിമുട്ടയും, അതേപോലെ ഈ ചോറിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സോയാ സോസ് ആണ് ഒഴിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഈ സ്പ്രിംഗ് ഓനിയന്റെ ഗ്രീൻ പാർട്ട് എടുത്തിടുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ടിഫിൻ ബോക്സിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ആദ്യം തന്നെ അതുല്യനെ പിടിച്ചിരുത്തി നമ്മൾ കഴിക്കുന്ന വീഡിയോ എടുപ്പിച്ചു ട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അവളും കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്രൂവ് ചെയ്തിട്ടോ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലാന്ന്. അത് കഴിഞ്ഞ് ഞാനും അതുല്യയും ചെന്ന് മിററിൽ നോക്കി 2, 3 പിക്ക് എടുത്തു. സ്ഥിരം പരിപാടി തന്നെ. പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ നമ്മൾ കുറച്ചു നേരം നടക്കാന്ന് കരുതി ഇറങ്ങി. നടന്ന് ക്ഷീണിച്ചപ്പോ കമ്പനീന്റെ പുറത്തുള്ള ചായപ്പീടിയിലേക്ക് ചായ കുടിക്കാൻ ഇറങ്ങി. എടുത്ത ചായ അത്യാവശ്യം കൊള്ളാം ട്ടോ. നല്ല ഏലക്കായൊക്കെ ഇട്ടാ നല്ല അസൽ ചായയാ തരാറ്. അങ്ങനെ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി കാണുന്നവരെ ബൈ ഫ്രം ഷോർട്ട് ബ്രേക്സ്.